നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിനിടയിലും വാർത്തകളുടെ വിശ്വാസ്യത അച്ചടി മാധ്യമങ്ങൾക്കെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ജനഹിതം ആഗ്രഹിക്കാത്ത വാർത്തകൾ കൂടുതലായി സ്ഥാപനം പിടിക്കുമ്പോൾ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തി കൂടി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആലുവയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായിരുന്ന അശോകപുരം നാരായണന്റെ സ്മരണാർത്ഥം കേരള ജേർണലിസ്റ്റ് യൂണിയനും അശോകപുരം നാരായണൻ ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ പ്രഥമ സംസ്ഥാന മാധ്യമ അവാർഡ് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വസ്തുതകൾ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ പലരും വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇത് മാധ്യമ പ്രവർത്തനത്തിന്റെ അപജയത്തിന് വഴിതെളിക്കും. വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല പ്രവൃത്തികൾ പലരും സമൂഹത്തിലേക്ക് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിഷ്വൽ മീഡിയ സോഴ്സസ് എന്ന പേരിൽ എന്തു അടിച്ചുവിടാം, പിന്നെ കാരണം അത് ഉത്തരവാദിത്തമില്ലല്ലോ. സോഴ്സസ് എന്ന് പറഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്നു, എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ശൂന്യതയിൽ നിന്നും വാർത്തകൾ സൃഷ്ടിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് വിഷ്വൽ മീഡിയയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽ മീഡിയ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുന്നു, മറുവശത്ത് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാനിത് പറഞ്ഞത് പ്രിന്റ് മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമാണ്. കാരണം ഈ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്ന ഈ കലാപരിപാടി പ്രിന്റ് മീഡിയയിൽ അത് പൂർണ്ണമായിട്ടും നടക്കുന്നില്ല എന്നുള്ളതും കുറെ കൂടി ആധികാരികത നമ്മുടെ ഈ പ്രിന്റ് മീഡിയയ്ക്കും ജേർണലിസത്തിനും ഇപ്പോഴും ഉണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല, അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മാധ്യമരംഗത്തെ നോക്കിക്കാണുമ്പോൾ നമുക്കുള്ള ഒരു ആശ്വാസം. അദ്വൈതാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ MLA അൻവർ സാദത്ത് മുഖ്യാതിഥിയായി. ഒത്തിരി പുസ്തകങ്ങൾ രചിച്ചു, അത് സിനിമ സ്ക്രിപ്റ്റ് എഴുതി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം മാത്രം ആലോചിച്ചാണ്. എറണാകുളം ജില്ലയിലും ചിലപ്പോൾ ഒരു പക്ഷേ എണ്ണപ്പെട്ട ആളുകൾ അങ്ങനെ ഉണ്ടാവാൻ സാധിക്കും. പത്രമാധ്യമത്തിൽ അദ്ദേഹം 83 വയസ്സിലാണ് മരണപ്പെട്ടത്. പക്ഷെ മരണപ്പെടുന്നതിന് മുമ്പ് വരെയും അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമായി ഉണ്ടായ വ്യക്തിയായിരുന്നു. അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി KC സ്മിജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പൊ നാരായണൻ ജോലി ചെയ്തിരുന്ന കരിനിറ പത്രത്തിൽ ആദ്യമായിട്ട് എഴുതാൻ അവസരം നൽകുകയും പിന്നീട് ആ പത്രത്തിന്റെ തന്നെ നെടുമ്പാശ്ശേരിയിലെ ലേഖകനായിട്ട് കുറച്ചു നാളെ പ്രവർത്തിക്കാൻ കൂടിയുള്ള അവസരം എനിക്ക് നാരായണൻ ചേട്ടന് നൽകി തന്നു. ആദ്യമായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ അടിച്ചത് നാരായണൻ ചേട്ടന്റെ സഹായത്തോടെ, അദ്ദേഹത്തിന്റെ അനുമതിയോടെ, അദ്ദേഹം എന്ന തിരുവനന്തപുരത്ത് കരിനിറ പത്രത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയി അവരുടെ അനുമതി വാങ്ങി തന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു വിസിറ്റിംഗ് കാർഡ് എനിക്ക് അടിക്കാൻ കഴിഞ്ഞത്. അവാർഡ് നിർണയ സമിതി ചെയർമാൻ MP ജോസഫ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. KJU മേഖലാ പ്രസിഡന്റ് SA രാജൻ അധ്യക്ഷനായി. ദേശീയ സമിതി അംഗം ബോബൻ B കിഴക്കേത്തറ സ്വാഗതവും അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സൈജി ജോളി, പ്രതിപക്ഷ നേതാവ് ശ്യാം പത്മനാഭൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA ഷാജി, ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ, സെക്രട്ടറി V ദിലീപ് കുമാർ, മീഡിയ ക്ലബ് സെക്രട്ടറി റഫീഖ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. പ്രഥമ സംസ്ഥാന മാധ്യമ അവാർഡ് ജേതാവ് എരമമംഗലം മാതൃഭൂമി റിപ്പോർട്ടർ ഫാറൂഖ് വെളിയങ്കോട് മറുപടി പ്രസംഗം നടത്തി. നമ്മളൊക്കെ പറയും മാധ്യമ പ്രവർത്തകർ നിഷ്പക്ഷരായി നിൽക്കണമെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നേരിനൊപ്പം സത്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമ പ്രവർത്തകരാവണം സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഓരോ മാധ്യമ പ്രവർത്തകനും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അശോകപുരം നാരായണേട്ടനെ പോലെ നാടറിയുവാനും ലോകം അറിയുവാനും ഓരോ മാധ്യമ പ്രവർത്തകർക്കും സാധിക്കും. സീ ന്യൂസ് ആലുവ.